ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സന്മ ടീച്ചർ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാലോ. എല്ലാവരും വീടുകളിലെ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിന്റെ ഫോട്ടോസ് ടീച്ചർ കണ്ടിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഈ വർഷത്തെ മുദ്രാവാക്യം എന്താണെന്നറിയോ? സെലിബ്രേറ്റ് ദ ബയോഡൈവേഴ്സിറ്റി എന്നതാണ്. ഏതായാലും നമ്മുടെ സ്കൂളിലൊരു പരിപാടികൾ ഇപ്പോൾ ആസൂത്രണം ചെയ്യാൻ പറ്റില്ല, എന്നാലും നിങ്ങൾ വീടുകളിൽ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം. എല്ലാവർക്കും, എല്ലാ മക്കൾക്കും സ്കൂളിന്റെ വകയുള്ള പരിസ്ഥിതി ദിന ആശംസകൾ നേരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം ജൈവ വൈവിധ്യത്തെ ആഘോഷമാക്കുക എന്നതാണ്. ഈ ഹരിതഭൂമിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. മനുഷ്യന്റെ കടന്നുകയറ്റമാണ് ഈ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോധം എല്ലാവരും എത്തിക്കാനാണ് എല്ലാ വർഷവും സ്കൂളുകളിൽ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്. നമ്മൾ എല്ലാവരും കണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ പ്രളയം. ഈ മരങ്ങൾ നശിപ്പിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഈ പ്രളയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല ആപത്തുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും മരം നട്ടുപിടിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലോകത്തിലുള്ള എല്ലാവരുടെയും സംരക്ഷണത്തിന് ഏറ്റവും നല്ലത്. ഒരു മരം നശിപ്പിക്കുമ്പോൾ 2 മരം നട്ടുപിടിപ്പിക്കുക എന്നതാണ് സന്ദേശം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, ധർമ്മടം ബേസിക് UP സ്കൂൾ PTA പ്രസിഡന്റാണ് ഞാൻ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഈ ദിനത്തിൽ കൊറോണ എന്ന മഹാമാരിയെ നേരിട്ടുകൊണ്ട് എല്ലാവർക്കും ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിച്ച് ഭൂമിയെ ഹരിതാപമാക്കണം. എല്ലാവർക്കും എൻ്റെയും PTA-യുടെയും പരിസ്ഥിതി ദിന ആശംസകൾ. നമുക്കമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം, കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം, നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം, 100 കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം, നല്ല നാളേക്കു വേണ്ടി. നമുക്കമ്മയ്ക്ക്